Evoking biblical tableau named Unnamed Woman. This performance shines a light on the often overlooked stories of strength of women in the scripture. Please welcome our performers to the stage. എങ്ങനെയും ഒരു പേര് സമ്പാദിക്കണം എന്നുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും. അതിനുള്ള തത്രപ്പാടുകളാണ് എവിടെയും കാണുന്നത്. ഇവിടെ ഇതാ പേരില്ലാത്ത ചില, ബൈബിളിൽ പേര് പരാമർശിച്ചിട്ടില്ലാത്ത ഏതാനും സ്ത്രീകളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സോദോം ഗൊമോറ പ്രദേശങ്ങൾ സമൃദ്ധി കൊണ്ട് നിറഞ്ഞപ്പോൾ അവിടെ പാപവും നിറഞ്ഞു. അതുകൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. എങ്കിലും ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അങ്ങനെ അവരെ വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്റെ നിക്ഷേപങ്ങളെ വിട്ടുപിരിയാനാവാതെ ലോത്തിന്റെ ഭാര്യ പുറകോട്ടു നോക്കി. അവൾ ഉപ്പ് തൂണായി ഭവിക്കുകയും ചെയ്തു. ക്ഷാമകാലം കഴിയുന്നതുവരെ പാർക്കുവാനായി ദൈവം ഏലിയ പ്രവാചകനെ സാരഫത്തിലെ ഒരു വിധവയുടെ വീട്ടിലേക്ക് അയച്ചു. അവരുടെ കരുതൽ ഒരു അപ്പത്തിനുള്ള മാവിൽ മാത്രം അവശേഷിക്കുന്ന കാലമായിരുന്നു അത്. പക്ഷേ അവൾ പ്രവാചകന് വേണ്ടി ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തു. ക്ഷാമകാലം തീർന്നതുവരെ അവിടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഫർണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഏലീശയെ ഏറെ കരുതിയ ഒരു കുടുംബമായിരുന്നു ശൂന്യംകാരത്തിൻ്റെത്. പക്ഷേ അവളുടെ മകൻ പെട്ടെന്ന് മരണപ്പെട്ടു. അവൾ ഏലീശ പ്രവാചകനിരുന്ന് പ്രാർത്ഥിച്ച ഒരു കുന്നിൻ മുകളിലേക്ക് തിടുക്കത്തിലോടി തന്റെ മകന് വേണ്ടി അപേക്ഷിച്ചു. പ്രവാചകൻ കടന്നു വന്ന് പ്രാർത്ഥിച്ച് അവളുടെ മകന് ജീവൻ നൽകുകയും ചെയ്തു. ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. പക്ഷെ തന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഏറിയേറി വന്നു. തന്റെ മക്കളും സമ്പാദ്യങ്ങളും എല്ലാം നഷ്ടമായി. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അടുക്കൽ വന്ന് പറഞ്ഞു, ഇനിയെങ്കിലും നിന്റെ ഭക്തി ഉപേക്ഷിച്ച് മരിച്ചു കളയുവാൻ നോക്ക്. ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു യിഫ്താ. അദ്ദേഹം ദൈവത്തോടൊരു നേർച്ച നേർന്നു. ഞാൻ ന്യായാധിപസ്ഥാനം ഏറ്റെടുക്കുവാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കുവാൻ ആരാണോ വരുന്നത് ആ വ്യക്തിയെ ഞാൻ ദൈവസന്നിധിയിൽ ബലിയായി സമർപ്പിക്കാം. അത് പക്ഷേ തൻ്റെ മകളായിരുന്നു. യിഫ്താഗ് ഞെട്ടിപ്പോയി. എങ്കിലും ദൈവത്തോടുള്ള വാക്ക് നിറവേറ്റിക്കൊണ്ട് യിഫ്താഗ് തൻ്റെ മകളെ ദൈവസന്നിധിയിൽ ബലിയായി സമർപ്പിച്ചു. ശലോമൻ രാജാവ് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ശാലേം കുമാരി. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അവളെ തന്റെ കൊട്ടാരത്തിൽ വസിപ്പിച്ചു. പക്ഷേ അവൾക്കിഷ്ടം ഒരു ഇടയകുമാരനോടായിരുന്നു. കൊട്ടാരത്തിൽ വസിച്ചു. എങ്കിലും തന്റെ പ്രിയനോടുള്ള സ്നേഹം കൈവിടാതെ അവൾ ജീവിച്ചു. എലീശ പ്രവാചകന്റെ കാലത്ത് ഒരു പ്രവാചക ശിഷ്യൻ മരണപ്പെട്ടു. കുടുംബം പട്ടിണിയായി. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രവാചകന്റെ അടുക്കൽ വന്ന് സങ്കടമുണർത്തിച്ചു. നീ ചെന്ന് വീൺപാത്രങ്ങളെല്ലാം നിവർത്തി വെക്കുക, പാത്രങ്ങൾ കുറയരുത് എന്ന് കൽപ്പിച്ചു. അവൾ ചെന്ന് തന്റെ പാത്രങ്ങളും അയൽവക്കത്തെ വീട്ടിലുള്ള പാത്രങ്ങളും എല്ലാം നിവർത്തി വെച്ചു. അത്ഭുതകരമായി അവളുടെ പാത്രത്തിലെല്ലാം എണ്ണ കൊണ്ട് നിറഞ്ഞു. ഒരു ശമരിക്കാരി സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. അപ്പോൾ കർത്താവ് ഒരു കിണറ്റൻകരയിൽ വിശ്രമിക്കുകയായിരുന്നു. അവളുടെ ജീവിതത്തിലെ സംഭവങ്ങളും താൻ മശീഹായാണ് എന്നതും കർത്താവ് അവളോട് വെളിപ്പെടുത്തി. സന്തോഷത്താൽ അവൾ കുടം അവിടെ വെച്ചിട്ട് ശമര്യക്കാരെ മുഴുവനും കർത്താവിന്റെ സന്നിധിയിലേക്ക് നയിച്ചു. ഒരു കനാന്യ സ്ത്രീ തന്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി നാഥനോട് അപേക്ഷിച്ചു. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് കർത്താവ് കൽപ്പിച്ചു. നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്നും വീഴുന്ന അപ്പം നുറുക്കൽ കഴിച്ച് ജീവിക്കുന്നുണ്ടല്ലോ കർത്താവെ എന്നവൾ മറുപടി പറഞ്ഞു.
അവളുടെ മറുപടിയിൽ സംതൃപ്തനായ കർത്താവ് ആ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകുകയും ചെയ്തു. കർത്താവ് ഒരു സിനഗോഗിൽ പ്രാർത്ഥിക്കുവാൻ ചെന്നു. അവിടെ 18 വർഷങ്ങളായി കൂനിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ കർത്താവിനോട് അപേക്ഷിക്കാതെ തന്നെ കർത്താവ് അവളിൽ മനസ്സലിഞ്ഞ് അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് സൗഖ്യം നൽകി. കർത്താവ് നയൻ പട്ടണത്തിലൂടെ പോകുമ്പോൾ ഒരു വിലാപയാത്ര കണ്ടു. ഒരു വിധവയുടെ ഏകൻ മകന്റെ ഫ്യൂണറലായിരുന്നു അത്. കർത്താവ് അവളുടെ അടുക്കൽ ചെന്ന് കരയണ്ട എന്ന് പറഞ്ഞ് ആ മകന് ജീവൻ നൽകി. നമ്മുടെ നാഥൻ കവർണ്ണഗുമിൽ ചെന്നു. തന്റെ ശിഷ്യനായ പത്രോസിന്റെ അമ്മാവിയമ്മ അവിടെ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. കർത്താവ് അവളുടെ അടുക്കൽ ചെന്ന് അവൾക്ക് സൗഖ്യം നൽകി. പനി കഴിഞ്ഞു വരുന്ന വരവാണിത്. നമ്മുടെ നാഥൻ ദേവാലയത്തിലിരിക്കവേ എല്ലാവരും അവിടെ വലിയ തുകകൾ നേർച്ചയിടുന്നത് കണ്ടു. ഒരു വിധവ അവൾക്ക് ആകെയുണ്ടായിരുന്ന 2 കാശ് നേർച്ചയായി സമർപ്പിച്ചു. കർത്താവ് ആ കാഴ്ചയെ ഏറ്റവും വിലയേറിയതായി കണ്ടു.